ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോ ഇടാഞ്ഞത്. ഇടയ്ക്ക് വെച്ച് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ പിന്നെയും ഞാനത് സ്റ്റോപ്പാക്കി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിരുന്നു. സഡനായിട്ട് BP ഷൂട്ടപ്പായി, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി, തൈറോയ്ഡ് കുറഞ്ഞു, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത കുറച്ച് സമയങ്ങളായിരുന്നു. അപ്പം എൻ്റെ ഫാദറൊക്കെ പറഞ്ഞു, ഈ ഫുഡ്, അതായത് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് തന്നെ എല്ലാ ഫുഡൊന്നും എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും കൊച്ചുമൊന്നും എല്ലാ ഫുഡൊന്നും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അത് ടേസ്റ്റ് കുറവുകൊണ്ടൊന്നും അല്ല, ചില ഫുഡുകളൊക്കെ ഇഷ്ടമില്ലാത്തത് വരുമല്ലോ, സ്വതവേ കഴിക്കാത്ത ഫുഡുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ കളയാനുള്ള മടി കാരണമൊക്കെ ഞാൻ തന്നെ അത് കഴിക്കും. അങ്ങനെയുള്ള ഫുഡും അങ്ങനെ കുറച്ച് എക്സസൈസിൻ്റെ കുറച്ച് കുറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സിക്കായിപ്പോയി. അതായത് എൻ്റെ വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്തു. എനിക്ക് എത്ര വെയിറ്റ് ഞാനിപ്പം തൽക്കാലം പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു ജേർണിയിലാണ്. അപ്പോൾ അത് വെയിറ്റ് ലോസൊക്കെ ആയതിന് ശേഷം എൻ്റെ റിയൽ വെയിറ്റ് എത്ര വരെ പോയി എന്നു ഇപ്പം ശരിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഒരു 7 കിലോ ഇപ്പം ഞാൻ റെഡ്യൂസ്ഡ് ആണ്. ഞാൻ വെയിറ്റ് ലോസ് തുടങ്ങിയ ഒരു January 29 മുതൽ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 6-7 കിലോ, അതായത് നിയർലി 8 കിലോസ് ഞാൻ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഏകദേശം ഒരു 20 കിലോ എങ്കിലും റെഡ്യൂസ് ചെയ്താലേ എനിക്ക് പഴയ ഒരു ഹെൽത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പം ഞാൻ നടക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ആ ഒരു കിതപ്പ് അല്ലെങ്കിൽ അണപ്പ് അതൊന്നുമില്ല. പിന്നെ അതായത് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കുറച്ച് സ്ട്രിക്റ്റായി ഫുഡിൻ്റെ കാര്യത്തിൽ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ചില ഷുഗറിൻ്റെ ഇൻടേക്കൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ കുറച്ചൊക്കെ എനിക്കൊരു ഹെൽത്തിലൊരു ആശ്വാസം വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹൈപ്പോ തൈറോയ്ഡായിരുന്നു, TSH ഒക്കെ എപ്പോഴും ഹൈ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് മന്ത് നോക്കിയപ്പോൾ തൈറോയ്ഡൊക്കെ നോർമലായി. അതുപോലെ എൻ്റെ BP വരെ നോർമലായി. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയറായിട്ട് എൻ്റെ BP 160/90 അല്ലെങ്കിൽ 160/100, ചില സമയത്ത് 170/100, അത് കുറയത്തേ ഇല്ലായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ BP 160, 180 അങ്ങനെ ആയിട്ടുണ്ട്. അത് നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് ചിലരൊക്കെ ചെയ്യുന്നത് പോലെ പെട്ടെന്നൊരു ഡയറ്റ് എടുത്ത് കുറേ വെയിറ്റ് ഒറ്റയടിക്കും കുറച്ച് അങ്ങനെ ചെയ്താൽ അത് ഹെൽത്തി അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന പോലെയല്ല, പലരും ചെയ്യുന്ന ഇതിലും നല്ല രീതിയിലുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചെറിയ രീതിയിൽ, ഞാനങ്ങനെ ആരുടെ ട്രെയിനിങ്ങിലൊന്നുമല്ല, എൻ്റേതായ രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് എല്ലാ ഫുഡും ഈറ്റ് ഇൻ മോഡറേഷൻ, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി. അപ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറയണം. ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്കാവും. അപ്പം നമ്മുടെ ഫുഡിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ ഞാൻ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്. നടക്കുക എന്നുള്ളത് ഞാനിപ്പോൾ സ്ഥിരമാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് 45 മിനിറ്റ് മുതൽ ഏകദേശം 1 അവർ വരെ നടക്കാറുണ്ട് ഡെയിലി. ഇടയ്ക്ക് വെച്ചത് മുടങ്ങിയാലും അന്നേരം ഞാൻ എന്തെങ്കിലും ചെറിയ വർക്കൗട്ടൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് കുറച്ചതെന്നും എന്തൊക്കെയാണ് കൂട്ടിയതെന്നും അതുപോലെ എൻ്റെ റുട്ടീൻസ് എങ്ങനെയൊക്കെയാണ് മാറ്റിയതെന്നും ഒക്കെ ഞാൻ ഈ വെയിറ്റ് ലോസ് സക്സസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. പിന്നെ ഞാനിപ്പം വീഡിയോ എൻ്റെ ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനപ്പുറം ഒരു വാക്കില്ല. എൻ്റെ ഫാദർ പറഞ്ഞു ഇനി വീഡിയോ ഒന്നും ചെയ്യണ്ട, ഒരു ഗവൺമെൻറ്റിലൊരു ജോലിയുണ്ട് എനിക്ക്, അപ്പോൾ ആ ജോലിയൊക്കെ ഉണ്ടല്ലോ, വീടും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്രയും വീഡിയോ കിട്ടില്ലയോ, ഇനി ജോലിയെല്ലാം കഴിഞ്ഞൊന്ന് ചില സമയത്ത് ഉറങ്ങാൻ പോലും നോക്കാതെയാണ് ഞാൻ ഈ വീഡിയോ കിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്നത് കുറച്ചു. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നതിന് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറിയത് കേട്ടോ. പിന്നെയും ഈ ചിലരുടെയൊക്കെ കമൻസ്, അതായത് നമ്മളുടെ ഈ ചാനലിൽ നിന്ന് തന്നെ ഒരു 10-14 പേര് എൻ്റെ വാട്സപ്പിൽ ഫ്രണ്ട്സായിട്ടുണ്ട്. ലീന, ഗ്ലാഡിസ്, സുലഭ, അതുപോലെ ലിയ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കും. ലിയയൊക്കെ ചോദിച്ച് മടുത്തു, എന്നോട് ചോദിച്ച് എന്നാ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച് മടുത്തു. പക്ഷേ ലീന നിരന്തരമായിട്ട് എന്നോട് ചോദിക്കും ഇന്ന് ഇടുന്നില്ലയോ ചേച്ചി, ഇനി എന്നാ ഇടുന്നതെന്ന് എപ്പോഴും ചോദിക്കും വീഡിയോ.
ലീന പക്ഷേ സ്ഥിരമായിട്ട് എന്നോട് എന്നാ ചേച്ചി വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലീനോട് ഞാൻ പറയും, ഇന്ന് ഞാനൊരു കറി എടുത്തിട്ടുണ്ട്, ഇന്ന് ഞാനൊരു ഡിഷ് എടുത്തിട്ടുണ്ട്, മിക്കവാറും ഈ ആഴ്ച ഇടും. ഈ ആഴ്ചയെന്ന് പറഞ്ഞത് മാസങ്ങളാണ്. എനിക്കൊന്ന് ഈ 2021 ജനുവരി മുതലാണ് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതുവരെയും അത് നടന്നില്ല. ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഞാനൊരു 4-5 വീഡിയോ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം വഴി ഇടുന്നതായിരിക്കും. ഇനി ലേറ്റ് ആവത്തില്ല. എനിക്ക് എപ്പോഴൊക്കെ ഫ്രീ ആവുന്നു, അതായത് വീക്കിലി 2, 3, 4 വീഡിയോ വരെ ഞാൻ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അതായത് ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോസ് ഞാൻ വീട്ടിൽ ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും, അതായാലും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇടയ്ക്കൊരു വ്ളോഗിൻ്റെ ചാനൽ ഇങ്ങനെ തുടങ്ങി വെച്ചൊരു 3 മാസം മുന്നേ ഇവിടുത്തെ നാഷണൽ ഡേയുടെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തായിരുന്നു. അതും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പിന്നെ ഈ BP കൂടി നിന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് ഈ 160-100 കുറയുന്നില്ല. അപ്പം BP ഹൈ ആയിട്ടുള്ളവർക്കറിയാം, ഈ അത്രയും BP ഒക്കെ വരുമ്പോൾ നമുക്ക് കിടക്കണം, അല്ലെങ്കിൽ തലയുടെ ബാക്കിൽ ഒരു വേദന അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് എന്താ പറയുക, എനർജി കുറവായിരിക്കും. പക്ഷേ ഇപ്പം ആ ഒരു BP കുറഞ്ഞതുകൊണ്ട്, അതായത് നോർമൽ BP ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എനർജിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഭയങ്കര ടയേർഡായിരിക്കും. ചിലപ്പോൾ ഓഫാക്കി കിട്ടുന്ന ദിവസം നമ്മളിന്ന് BP ഒക്കെ നോർമലായിരിക്കും, ഇന്നൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാം, ഇന്ന് വലിയ ഹെൽത്തിന് വലിയ പ്രോബ്ലം ഒന്നുമില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാനൊക്കെ വിചാരിച്ച് നമ്മളെല്ലാം റെഡിയാക്കാൻ വേണ്ടി റെഡി ആവുമ്പോഴായിരിക്കും ഭയങ്കര തലയുടെ ബാക്കിൽ ഭയങ്കര ഒരു വേദന വരുന്നതും പിന്നെ ഞാൻ കിടക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടൊരു വിഷമം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, അങ്ങനെ നമ്മൾ ഇത്ര അറിയാമല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എന്തുകൊണ്ട് വരുന്നുവെന്ന്. അപ്പോൾ അത് മാനേജ് ചെയ്യുകയല്ലേ വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫുഡിൽ മാറ്റം വരുത്തി, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ BP ഒക്കെ നോർമലാക്കിയത്. അതുപോലെ ആ ഒരിടയ്ക്ക് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ രാവിലെ ഒരു BP മെഡിസിൻ, വൈകുന്നേരം ഒരെണ്ണം അങ്ങനെ എടുത്തിരുന്നു. രാവിലത്തെ ഡോസ് ഡബിൾ ആക്കിയിരുന്നു. പിന്നെ എനിക്കങ്ങ് വിഷമമായി, കാരണം BPയുടെ മെഡിസിനൊക്കെ ഇത്രയും ഹൈ ഡോസിലൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു നല്ല പ്രായമാകുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏത് മെഡിസിനും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കണോ, അപ്പോൾ ഈ BP ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ഏകദേശം എൻ്റെ കയ്യിൽ ഞാൻ കൺട്രോളാക്കി വെച്ചു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ BP ഒന്ന് കൺട്രോൾ ആവണേന്ന്. അപ്പോൾ ഞാൻ BPയുടെ മെഡിസിൻ എടുത്തത് ഡോക്ടറിനെ കണ്ടിട്ടാണ് കേട്ടോ. അത് കൂട്ടിയതും എല്ലാം ഡോക്ടർ തന്നെയാണ്. അതായത് നമ്മളങ്ങനെ BPയുടെ മെഡിസിൻ ഒന്നും ഒരിക്കലും നമ്മൾ സ്വയമേ എടുക്കുകയോ അല്ലെങ്കിൽ സ്വയമേ കൂട്ടുകയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എനിവേ അവസാനം അത് BP കൺട്രോൾഡ് ആയപ്പം ഡോക്ടർ തന്നെ ഇനിയും പഴയതുപോലെ ചെറിയൊരു ഡോസ് രാവിലെ മാത്രം, അതായത് ഓടിയായിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ BPയുടെ ഒക്കെ മെഡിസിന് അറ്റ് ടൈം പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. വൺസ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ BPയുടെ മെഡിസിൻ ചെറിയൊരു ഡോസ് രാവിലെ എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയും ചെറിയ ഹെൽത്ത് കംപ്ലയിൻസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓവർ വെയ്റ്റ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. അതായത് പണ്ട് 56 കിലോ ഉണ്ടായിരുന്നു, ഞാനൊരു 70 കിലോയിൽ ഇരുന്നതായിരുന്നു ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത്. 70 ഉണ്ടെങ്കിലും എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റഡ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വെയ്റ്റ് ഗെയിൻ ചെയ്തത്. ഇപ്പോൾ എത്രയാണെന്ന് ഞാൻ എക്സാക്ട്ലി പറയുന്നില്ല. എനിവേ ഇപ്പം ഏകദേശമൊക്കെ ഞാനൊന്ന് ഓക്കെ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിച്ചിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ വീഡിയോസ് ആയാലും ഒക്കെ ഇടാമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിലോ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ ഈ ബഹറിനിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഞാൻ അടുത്തായിട്ട് നാട്ടിൽ പോകുന്നുണ്ട്, നാട്ടിലെ കാഴ്ചകളും അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ ഞാൻ ഇടാം. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏവിയേഷൻ എന്ന പേരിൽ അതിൽ ബാക്കി ഒരു വേർഡും കൂടെ ഞാൻ മറന്നുപോയി. ഒരു ബാച്ചിലറായിട്ടുള്ളൊരു മെയിൽ പ്രൊഫൈലാണ്. അതിൽ നിന്നൊരു കമൻറ്റ് സ്ഥിരമായിട്ട് എനിക്ക് കുറേ വീഡിയോയുടെ താഴെ വരുമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരുപാട് റെസിപ്പീസൊക്കെ പലയിടത്തും ഞാൻ ട്രൈ ചെയ്തെങ്കിലും
എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഏതോ പാർട്ടിയൊക്കെ നടത്തിയപ്പോഴും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. അതുപോലെ വേറെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ദിവസം ഞാനത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു. ഇവരൊക്കെ ഇത്രയും എന്നോട് പറയുമ്പോഴും എനിക്ക് ആ സമയത്തൊക്കെ ആ BP ഷൂട്ടപ്പായിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോലിയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക് ടൈമിലാണത് കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു ഹെൽത്ത് ഒന്ന് നേരെ ആയിട്ടിടണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം നമുക്ക് യൂട്യൂബിൽ കുറച്ച് റെസിപ്പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻകം വരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാഷൻ ആയതുകൊണ്ട് കുറച്ച് സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമ്മൾ വെൽ റെക്കഗ്നൈസ്ഡ് ആവും പുറത്തൊക്കെ പോകുമ്പോൾ. പക്ഷേ എന്നാലും നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് എത്ര പണം ഉണ്ടായാലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് സുഖസൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം നന്നായിരിക്കണം. അതുകൊണ്ട് അതുകൊണ്ട് വിചാരിച്ചു ആരോഗ്യം നേരെ ആവട്ടെ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് കൂട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം അല്പം ക്വാളിറ്റിയുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴും ഒരുപാട് വ്യൂസ് എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ ഉടനെ നല്ല പറ്റിയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.